പഠിക്കുന്നത് കൃത്യമായി ഓർത്തുവെക്കാൻ ഉപകാരപ്പെടുന്ന സ്ട്രോങ് റിവിഷൻ എങ്ങനെ ചെയ്യാം, ഇതാണ് ഇന്ന് നാം സംസാരിക്കുന്ന ടോപ്പിക്. വെൽക്കം ടു ഹാപ്പി സോൺ അയഞ്ചേരി. സ്ട്രോങ് റിവിഷൻ എന്താണ്, എങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പഠിക്കുന്ന കാര്യങ്ങൾ മറന്നുപോകാതെ ഓർത്തുവെക്കാൻ, പഠനം വളരെ എളുപ്പമാക്കാൻ ഉപയോഗിക്കാവുന്ന ഒരു മെമ്മറി ടെക്നിക്ക് കൂടിയാണ് സ്ട്രോങ് റിവിഷൻ. പരീക്ഷയുടെ സമയം ഒരു വർഷത്തെ പഠിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു പരീക്ഷയുടെ മുമ്പുള്ള പഠന കാലയളവിൽ പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കാനും വീണ്ടും റിപ്പീറ്റ് ചെയ്യാനും വളരെ പ്രയാസപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന ഒരു മെത്തേഡാണ് ഇന്ന് നാം പരിചയപ്പെടുത്തുന്നത്. എന്തൊക്കെയാണ് ഇതിന് വേണ്ടത്? ഒരു ഡയറി ഉണ്ടാകണം. ദിവസവും പഠിക്കുന്നത് ഷോർട്ട് കുറിപ്പായിട്ട് കാത്തു സൂക്ഷിക്കുക. ഡയറിയിൽ പഠിക്കുന്ന കാര്യങ്ങൾ കുറിച്ചു വെക്കുക. എങ്ങനെയാണ് കുറിച്ചു വെക്കേണ്ടത്? ഇന്നത്തെ ഡേറ്റിലെ പേജിൽ ഇന്ന് പഠിക്കുന്ന സബ്ജക്റ്റ്, അതിലെ ചാപ്റ്റർ, ആ ചാപ്റ്ററിന്റെ മറ്റേതെങ്കിലും ഷോർട്ട് കൂടി ആവശ്യമുണ്ടെങ്കിൽ, ഒരു ചാപ്റ്റർ 2, 3, 4 പാർട്ടാണെങ്കിൽ ആ പാർട്ട്, ഈ സൂചകം ഒരു വരിയിൽ ഒതുങ്ങാം. ഇത് നമ്മുടെ ഇന്നാണ് പഠിക്കുന്നതെങ്കിൽ ഇന്നത്തെ ഡേറ്റിലെ പേജിൽ കുറിച്ചു വെക്കും. ശേഷം റിപ്പീറ്റ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് ഞാൻ പറയാം. പഠിക്കുന്ന എല്ലാ വിഷയങ്ങളും ഇതുപോലെ കുറിച്ചു വെക്കുകയും റിപ്പീറ്റ് ചെയ്യേണ്ടത് 24 മണിക്കൂർ കഴിയുമ്പോൾ റിപ്പീറ്റ് ചെയ്യണം. 7ാമത്തെ ദിവസം റിപ്പീറ്റ് ചെയ്യണം. 30ാമത്തെ ദിവസം റിപ്പീറ്റ് ചെയ്യണം. 90ാമത്തെ ദിവസം റിപ്പീറ്റ് ചെയ്യണം. ഡയറിയിൽ ഇന്ന് കുറിച്ചു വെച്ച പാഠത്തിൻ്റെ സെയിം ഷോട്ട് നാളത്തെ പേജിലും 7ാമത്തെ ദിവസത്തെ പേജിലും 30ാമത്തെ ദിവസത്തെ പേജിലും 90ാമത്തെ ദിവസത്തെ പേജിലും കുറിച്ചു വെക്കുക. ഉദാഹരണത്തിന് ഇന്ന് 2022 ആഗസ്റ്റ് 8-ാം തീയതിയാണ് പഠിക്കുന്നതെങ്കിൽ നാളത്തെ 9ാമത്തെ പേജിലും അടുത്ത ഓഗസ്റ്റ് 15ാമത്തെ പേജിലും സെപ്റ്റംബർ 15ാമത്തെ പേജിലും ഒക്ടോബർ 15ാമത്തെ പേജിലും ഈ ഷോട്ട് കുറിച്ചു വെക്കുക. ഈ ദിവസങ്ങളിലെല്ലാം ഇത് റിപ്പീറ്റ് ചെയ്യണം. ഇന്ന് 1 മണിക്കൂർ എടുത്ത് പഠിച്ച പാഠങ്ങൾ അത് ഷോർട്ടായിട്ട് കുറിച്ചു വെച്ചത് നാളെ ഓർക്കാൻ 5 മിനിറ്റോ 10 മിനിറ്റിന് താഴെയുള്ള സമയമേ ആവശ്യമാവുകയുള്ളൂ. 7ാമത്തെ ദിവസവും അത്ര തന്നെ സമയമേ ആവശ്യമാവുകയുള്ളൂ. അപ്പോൾ നാളെ പഠിക്കുന്നതിന് സമയത്ത് ഇന്ന് പഠിച്ച കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുക എന്നത് ഭാരമാവുകയില്ലെന്ന് മാത്രമല്ല, അതൊരു സെപ്പറേറ്റിംഗ് ടെക്നിക്കായി മാറുകയും ഒന്നുകൂടി ഒരു 2 വിഷയങ്ങൾ പഠിക്കുന്നതിനിടയിൽ ഒരു ഇടവേളയായി ഉപയോഗപ്പെടുത്താവുന്ന ഒരു എളുപ്പമുള്ള വഴിയായിട്ടാണ് റിപ്പീറ്റേഷൻ അനുഭവപ്പെടുക. ആവർത്തനം എന്നത് വളരെ എളുപ്പമായി അനുഭവപ്പെടും. സൂചിപ്പിച്ച 24 മണിക്കൂർ കഴിയുമ്പോൾ 7ാമത്തെ ദിവസം, 30ാമത്തെ ദിവസം, 90ാമത്തെ ദിവസം, ഈ ദിവസങ്ങളിലെല്ലാം ഈ കുറിച്ചു വെച്ച പാഠങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നു. ഈ സമയങ്ങളിൽ സൂചനാ കുറിപ്പ് മാത്രം, ഷോർട്ട് ചെയ്ത കുറിപ്പ് മാത്രം എടുത്ത് പഠിക്കാൻ ഉപയോഗിക്കുക. ആ സമയത്ത് ഓർത്തെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഇങ്ങനെ പഠിക്കാൻ ഉപയോഗിക്കുന്ന സമയത്ത് അത് നടപ്പിലാക്കാൻ ഒരു സ്ഥാപനമൊക്കെ ആകുമ്പോൾ ക്യാമ്പയിൻ ആചരിച്ച് ഇത് സ്ഥാപിച്ചെടുക്കണം. അതുപോലെ വിദ്യാർത്ഥികൾക്ക് തന്നെ സെമിനാറുകൾ നടത്തി അവർക്ക് ഇടയിൽ ഈ ആശയം സ്ഥിരപ്പെടുത്തണം. പറയുന്ന ആളുടെ മനസ്സിൽ മാത്രം ഈ ആശയം ഒതുങ്ങി നിൽക്കാൻ പാടില്ല. രക്ഷിതാക്കൾക്ക് ഈ വിഷയം കൃത്യമായി അറിയണം. അധ്യാപകർക്ക് ഈ വിഷയത്തെക്കുറിച്ച് ധാരണയുണ്ടാകണം. വിദ്യാർത്ഥികൾക്കും ഈ വിഷയത്തെക്കുറിച്ച് വ്യാപകമായ ഒരു ധാരണ ഉണ്ടായാൽ ഒരു സ്ഥാപനത്തെ മൊത്തത്തിൽ പുരോഗമിപ്പിക്കാൻ വളരെ എളുപ്പമായിരിക്കും.